ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ജോബിനെ വിരട്ടി വിട്ടതിന് ശേഷം പിന്നെ കാണിക്കുന്നത് വിക്രം അനിയൻകുട്ടന് കഞ്ഞി കൊടുക്കുന്ന ഒരു സീനാണ്. അതിൻ്റെ ഇടയിൽ അനിയൻകുട്ടനെ സംസാരിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു ശ്രമമൊക്കെ വിക്രം നടത്തി നോക്കുകയാണ്. അങ്ങനെ അനിയൻകുട്ടനോട് വിക്രം ഓരോന്നൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലുമൊക്കെ അനിയൻകുട്ടൻ പ്രതികരിക്കുക എന്നൊരു പ്രതീക്ഷയിലാണ് അനിയൻകുട്ടനോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. ആ സമയത്ത് വേദ അവിടേക്ക് വരികയാണ് കേട്ടോ. അപ്പോൾ ഇവരിങ്ങനെ സംസാരിക്കുന്നത് വേദ ഇങ്ങനെ കേട്ട് നിൽക്കുകയാണ്. വിക്രം അനിയൻകുട്ടനെ സംസാരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് കണ്ടിട്ട് വേദയുടെ കണ്ണൊക്കെ നിറയുന്നുണ്ട്. വേദയ്ക്ക് നല്ല സങ്കടമൊക്കെ വരുന്നുണ്ട്. വിക്രം അനിയൻകുട്ടനോട് പറയാണ്, ഇന്നാ ജോബി ഉണ്ടല്ലോ, ഞാൻ ചോദ്യം ചെയ്തപ്പം ശരിക്കും അവനെ തല്ലേണ്ടതായിരുന്നു, തല്ലെന്ന് ഞാൻ വിചാരിച്ചതാണ്. നീ ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ അങ്ങനെ ചെയ്തേനെ. ഒരിക്കൽ എന്നെ കുത്താനായിട്ട് വന്നപ്പോൾ നിനക്ക് കുത്തുകൊണ്ടതൊക്കെ ഓർമ്മയില്ലേ? നീ ഇടയിൽ കയറി വന്നതും കുത്തുകൊണ്ട് ഹോസ്പിറ്റലിൽ കിടന്നതും ഒക്കെ നീ മറന്നുപോയോ? ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അനിയൻകുട്ടൻ എന്തെങ്കിലുമൊക്കെ സംസാരിക്കുമെന്നാണ് വിക്രം വിചാരിച്ചത്. പക്ഷേ അനിയൻകുട്ടൻ ഒന്നും മിണ്ടാതെ ഒരു പ്രതികരണവും ഇല്ലാതെ ഒക്കെ ഇങ്ങനെ കേട്ട് നിൽക്കുകയാണ്. മാത്രമല്ല, കഞ്ഞിയാണെങ്കിലും കുറച്ച് കഞ്ഞി മാത്രമേ അനിയൻകുട്ടൻ കുടിക്കുന്നുള്ളൂ. അങ്ങനെ വിക്രം അനിയൻകുട്ടൻ്റെ മുഖമൊക്കെ കഴുകി കൊടുത്തതിന് ശേഷം പാത്രമായിട്ട് പുറത്തേക്ക് പോകുന്നത് വേദ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. പിന്നെ വേദ വിക്രമിൻ്റെ പിറകെ ചെന്നിട്ട് ആ പാത്രം കഴുകാനായിട്ട് വാങ്ങിക്കുകയാണ്. അപ്പോൾ വിക്രം പറയും, വേണ്ട ഞാൻ കഴുകിക്കോളാം. അപ്പോൾ വേദ പറയാണ്, ഞാൻ കഴുകി വെച്ചോളാന്ന്. അങ്ങനെ വേദ ആ പാത്രമൊക്കെ കഴുകി വെക്കുന്നതിൻ്റെ ഇടയിൽ വിക്രം ചോദിക്കുകയാണ്, എന്താ തൻ്റെ കണ്ണൊക്കെ നിറഞ്ഞിരിക്കുന്നുണ്ടല്ലോ, എന്താ കാര്യം പറയേ? ഏയ് ഒന്നുമില്ല. വിക്രം അനിയൻകുട്ടനായിട്ട് സംസാരിക്കുന്നത് കേട്ട് നിന്നപ്പോൾ എൻ്റെ കണ്ണ് അറിയാതെ നിറഞ്ഞു പോയതാ. ഞാൻ അവനെ കൊണ്ട് എന്തെങ്കിലും സംസാരിപ്പിക്കാൻ പറ്റുമോ എന്ന് ശ്രമിച്ചു നോക്കിയതാ. എനിക്ക് മനസ്സിലായി എന്ന് പറയണേ. പിന്നീട് അവർ പുറത്ത് വന്ന് നിൽക്കുകയാണ്. അങ്ങനെ പുറത്ത് വന്ന് നിന്നിട്ട് രണ്ടുപേരും കൂടെ സംസാരിക്കുകയാണ്. അങ്ങനെ വിക്രം തോട്ടത്തിലെ കാര്യമൊക്കെ ചോദിക്കുകയാണ്. ഇനി എന്താണ് അടുത്ത പ്ലാൻ എന്ന് ചോദിക്കുമ്പോൾ, നാളെ എന്തായാലും അച്ഛനെ കാണണം, നീ ഇപ്പത് തൽക്കാലം ആരോടും പറയാൻ നിൽക്കണ്ട എന്ന് പറയാണ്. അപ്പോൾ വേദ പറയും, ഞാനെന്തായാലും മേരി ചേച്ചിയുടെ അടുത്ത് പറയാൻ പോവുകയാണെന്ന്. എത്ര ആൾക്കാരെയാണ് അയാൾ പറ്റിച്ചുകൊണ്ടിരിക്കണത്, എന്തായാലും അതങ്ങനെ വിടാൻ പറ്റൂല. അപ്പോൾ വിക്രം പറയും, നാളെ എന്തായാലും അച്ഛനെ അറിയിക്കാം, അച്ഛനെ അറിയിച്ചു കഴിഞ്ഞാൽ അച്ഛൻ പിന്നെ എന്താ തീരുമാനം എന്നുള്ളത് അച്ഛനെ പറഞ്ഞോളും. അത്തരം കാര്യങ്ങളൊക്കെ അവരിങ്ങനെ സംസാരിക്കുകയാണ്. അപ്പോൾ വിക്രം പറയും, ശരി, ഞാനെന്തായാലും നാളെ അച്ഛനോട് സംസാരിക്കാം. പിന്നീട് വേദ പറയും, ദേ ഇവിടെ നിന്ന് നല്ല മഞ്ഞുണ്ട് കേട്ടോ, വാ അകത്തേക്ക് വാ എന്ന് പറഞ്ഞിട്ട് വേദ അകത്തേക്ക് വിളിച്ചു കൊണ്ടുപോവാണേ. പിന്നെ കാണിക്കുന്നത് അനിയൻകുട്ടനെ പള്ളിയിൽ കൊണ്ടുപോയിട്ട് പള്ളിയിൽ വെച്ച് അനിയൻകുട്ടന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നതാണ്. അവർ പ്രാർത്ഥിക്കുന്നതിൻ്റെ ഇടയിൽ വിക്രം ജോലിയൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറി അച്ഛൻ്റെ അടുത്തേക്ക് വരികയാണ്. അങ്ങനെ അച്ഛൻ വിക്രമിനോട് പറയും, പോകുമ്പോൾ അനിയൻകുട്ടനെയും കൂടെ കൊണ്ടുപോയിക്കോളൂ കേട്ടോ. ശരി എന്ന് പറയാണ്. പിന്നെ പണിയെടുക്കുന്ന കൂലിയൊക്കെ അന്ന് തന്നെ വാങ്ങിച്ചോളൂ കേട്ടോ, കപ്പിയാരോട് കണക്ക് പറഞ്ഞ് വാങ്ങിച്ചോളണം, അയാൾ ഇത്തിരി പിശുക്കനാണ്. അല്ല പണമൊക്കെ എനിക്ക് കറക്റ്റായിട്ട് തരുന്നുണ്ട് എന്ന് അച്ഛനോട് പറയാണ്. പിന്നെ എനിക്ക് അച്ഛനോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. എന്താണെങ്കിലും പറയടോ. ഞാൻ രാവിലെ മുതൽ പറയണമെന്ന് വിചാരിച്ചതാണ്, പക്ഷേ അച്ഛന് തിരക്കായതുകൊണ്ട് താൻ പറയടോ, താൻ പറഞ്ഞോ എന്ന് പറയാണ്. അതെ, തോട്ടത്തിലൊരു വലിയ അഴിമതി നടക്കുന്നുണ്ട്. അഴിമതിയോ? താൻ എന്ത് വർത്താനായി പറയുന്നത്? അതേ അച്ചോ, അഫിഡേറ്റിൽ ഒപ്പിടിക്കുമ്പം അതിൽ പറയുന്ന പണമല്ല തൊഴിലാളികൾക്ക് നൽകുന്നത്. വേദയെ കൊണ്ടും അതുപോലെ ഒരു അഫിഡേറ്റ് ഒപ്പിടിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ അതിൽ പറയുന്ന കൂലിയല്ല വേദയ്ക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഇതൊന്നും തൊഴിലാളികൾക്ക് അറിയാൻ പറ്റുന്നില്ലേ? അതൊന്നും അറിയാൻ പറ്റുന്നുണ്ടാവില്ല അച്ചോ. കമ്പനി നേരിട്ട് പറ്റിക്കുന്നതായിരിക്കോ? അങ്ങനെ ആവാൻ ചാൻസ് ഇല്ല. കമ്പനി നേരിട്ട് പണം അയച്ചു കൊടുക്കുന്നുണ്ടായിരിക്കും, അത് പിന്നെ ആ മാനേജർ പറ്റിക്കുന്നതായിരിക്കും. ശരി, ഒരു കാര്യം ചെയ്യേ, ഞാൻ വൈകിട്ട് വീട്ടിലേക്ക് വരാം, നമുക്ക് അവിടെ വെച്ചിട്ട് ബാക്കി സംസാരിക്കാമെന്ന് പറയുകയാണേ. അങ്ങനെ വിക്രം അവിടുന്ന് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് തോട്ടത്തിലെ തൊഴിലാളികൾ ജോലി ചെയ്യുന്നതാണ്. അങ്ങനെ ജോബി ആണെങ്കിലോ കുറേ ദൂരെ നിന്നിട്ടാണ് അവിടെ നോക്കി നിൽക്കുന്നത്. അപ്പം മേരി വേദയുടെ അടുത്ത് വന്നിട്ട് പറയാണ്, സാധാരണ വേദ ഇവിടെ ജോലി ചെയ്യുമ്പം ഇവിടെ അടുത്ത് വന്നിട്ടാണല്ലോ ജോബി സാറ് നിൽക്കല്, ഇന്നെന്താ ഒരു അകൽച്ച? ചേച്ചി എന്തിനാ അതൊക്കെ ശ്രദ്ധിക്കാൻ പോകുന്നത് എന്ന് വേദ പറയാണ്. പൂവിനെ തേടി പൂമ്പാറ്റ വരുന്നത് എന്നൊക്കെയാണ് പറയേണ്ടത്, പക്ഷേ അങ്ങനെ കാണുമ്പോൾ അന്നേരം വേദ ചോദിക്കുകയാണ്, ഞാൻ ചക്കമടലായില്ലേ? അയ്യോ അങ്ങനെയല്ല, വേദ വേറെ ലെവലല്ലേ എന്ന് മേരി പറയാണേ. അങ്ങനെ പിന്നെ മേരി വായിച്ച കുറേ നോവലിൻ്റെ കഥകളും കാര്യങ്ങളൊക്കെ പറയാണേ. ചേച്ചി നോവലിൻ്റെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തന്നാലോ? യഥാർത്ഥത്തിലെ കാര്യങ്ങളോ? എന്ത് കാര്യങ്ങൾ എന്ന് മേരി ചോദിക്കുകയാണേ. അതിനുശേഷം വേദ നടന്ന സംഭവങ്ങളൊക്കെ മേരീൻ്റെ അടുത്ത് പറയാണ്. അപ്പം മേരി ചോദിക്കും, എന്താ കൊച്ചി പറയുന്നത്? കൊച്ചി പറയുന്നതൊക്കെ സത്യമാണോ? അപ്പോൾ വേദ പറയും, അതേ ചേച്ചി, ഈ അഫിഡേറ്റിൽ പറയുന്ന പണം അല്ല തൊഴിലാളികൾക്ക് നൽകുന്നത്. അയ്യോ, ഇനി എന്നാ ചെയ്യും? എന്നാ ചെയ്യണമെന്ന് ഇനി മേരി ചേച്ചി പറയും. നമുക്കിവിടെ സമരം നടത്താം. സമരോ? ഇതുങ്ങൾ സമ്മതിക്കുമോ എന്ന് മേരി ചോദിക്കുകയാണ്.
മേരി ചേച്ചി സമയിപ്പിക്കണം കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട്. അല്ലാതെ ഇത്രയും പൈസ ഇങ്ങേര് പറ്റിക്കാൻ നമ്മൾ അനുവദിക്കണോ? പക്ഷേ അത് എന്ന് പറയാൻ കേട്ടോ, മേരി ചേച്ചി ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. ഞാനെന്തായാലും അച്ഛനോട് സംസാരിക്കാം. അച്ഛനോട് സംസാരിച്ചിട്ട് നമുക്ക് എന്താ വെച്ചാൽ തീരുമാനിക്കാമെന്ന് പറയാണേ. അത് ശരിയാണ്, അച്ഛനോട് ചോദിക്കട്ടെ എന്നൊക്കെ പറയാൻ കേട്ടോ രണ്ടുപേരും. പിന്നെ കാണിക്കുന്നത് വീട്ടിലേക്ക് വരികയാണ് കേട്ടോ പള്ളിയിലച്ഛൻ. അവിടെ വെച്ചിട്ടും നമ്മുടെ അനിയൻകുട്ടന് എന്തൊക്കെയോ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അങ്ങനെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നീട് അച്ഛൻ പറയാണ്, എന്തായാലും അടുത്ത ആഴ്ച ഡോക്ടർ വരുന്നുണ്ട്. ഡോക്ടറുടെ പരിശോധനയും കൂടെ കഴിഞ്ഞിട്ട് അനിയൻകുട്ടന് നല്ല മാറ്റം ഉണ്ടാവും. അപ്പം അനിയൻകുട്ടന് ഇനി പെട്ടെന്ന് തന്നെ എല്ലാം സംസാരിക്കാനൊക്കെ തുടങ്ങും. അതുകൊണ്ട് തന്നെ തനിക്കിവിടെ അധികം നാളൊന്നും കാത്തിരിക്കേണ്ടി വരില്ല. തനിക്ക് ഇവിടുന്ന് പെട്ടെന്ന് തന്നെ പോകാൻ പറ്റുമോ എന്നൊക്കെ പറയാണ്. ശരി അച്ഛോ എന്നൊക്കെ പറയാൻ കേട്ടോ. അതിനുശേഷം അച്ഛനിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ നമ്മുടെ മേരിയും വേദയും കൂടെ ജോലി കഴിഞ്ഞ് വരികയാണ് കേട്ടോ. മേരി അച്ഛനെ കണ്ട സന്തോഷത്തിൽ സ്തുതിയൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ കടന്നു വരുന്നത്. അങ്ങനെ തോട്ടത്തിലെ കാര്യങ്ങളൊക്കെ എന്തായി എന്ന് അച്ഛൻ ചോദിക്കുകയാണ്. അപ്പോൾ വേദ പറയും, ഞാൻ മേരി ചേച്ചിയുടെ അടുത്ത് പറഞ്ഞപ്പോൾ മേരി ചേച്ചി കുറേ പേരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ കുറേ പേർക്കൊക്കെ പേടിയാണ് അച്ഛൻ. ഉള്ള ജോലിയും കൂടെ പോയിട്ടുണ്ടെങ്കിൽ ജീവിക്കാനുള്ള മാർഗ്ഗമല്ലേ? അത് ശരിയാണ്, പക്ഷേ ഇത് പറയാതിരിക്കാനും പറ്റില്ലല്ലോ. കമ്പനി എന്തായാലും ഇത് അറിയിക്കണം, എന്നിട്ടൊരു ഇൻസ്പെക്ഷൻ നടത്തുകയും വേണം എന്നൊക്കെ അച്ഛൻ പറയാണ്. അപ്പോൾ വേദ പറയാണ്, അങ്ങനെ തന്നെ വേണം. അപ്പം നാളെ തൊട്ട് സമരം തുടങ്ങല്ലേ? അത് അച്ചു. എന്താണ് ആക്ഷൻ പ്ലാന്? ഗരവാണ് അച്ചു. പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ ദേഹോപദ്രവം ഒന്നും ചെയ്യാതെ വേണം കേട്ടോ സമരം ചെയ്യാൻ എന്ന് അച്ഛൻ പറയാണ്. എന്താ മേരി ശരിയല്ലേ? ശരി അച്ചു. എന്താ ഇപ്പം നോവലൊന്നും വായിക്കാറില്ലേ? ചെറിയ രീതിയിലൊക്കെ വായിക്കാറുണ്ട് അച്ചു. എന്തായാലും പള്ളിയിൽ വന്നിട്ട് ആദ്യമായിട്ടായിരിക്കും ഒരു ഭർത്താവ് എൻ്റെ ഭാര്യയുടെ നോവൽ വായന നിർത്തണേ എന്ന് പ്രാർത്ഥിക്കുന്നത് കേട്ടോ എന്ന് അച്ഛൻ പറയാണ്. നോവൽ മാത്രമാക്കരുത് കേട്ടോ, ഇടയ്ക്കൊക്കെ ബൈബിളും കൂടി വായിക്കണം കേട്ടോ മേരി എന്ന് അച്ഛൻ പറയണേ. ശരി അച്ചു. അങ്ങനെ അവരവിടെ നിന്ന് പോവാണ് കേട്ടോ. അത് വിക്രം വേദയൊക്കെ നോക്കി നിൽക്കുന്ന സീനോട് കൂടിയാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ പ്രമോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.